എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. IPCയിലെ സംഘർഷങ്ങൾ അയയുന്നില്ല. ഐക്യപ്പെടാൻ കഴിയാത്ത വിധം രണ്ട് വിഭാഗങ്ങളും അകന്നു കഴിയുകയാണ്. സത്യവേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രമുഖ പെന്തക്കോസ്തു സഭയെന്ന നിലയിൽ വേദപുസ്തകമാണല്ലോ നമ്മുടെ ആധാരം. ബൈബിളിൽ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. 1 കൊരിന്ത്യർ 6 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങൾ ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർക്കാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് മുമ്പിൽ വ്യവഹാരമുണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അതും സഹോദരന്മാർക്ക് തന്നെ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. IPC സഭയിലെ നേതൃത്വം ദൈവവചനത്തിന് നൽകുന്ന പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കാണും ഇതിനോടകം എന്ന് കരുതുന്നു. ദൈവവചനത്തിൻ്റെ ആക്ഷരികവും സമ്പൂർണവുമായ ദൈവശാസ്ത്രീയതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പെന്തക്കോസ്ത് വിശ്വാസ പ്രമാണം ഇവിടെ തെറ്റി. അതിൽ അത്ഭുതപ്പെടേണ്ട, കാരണം തെറ്റലുകളുടെ ഒരു കൂമ്പാരമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. IPC കേരളത്തിൽ രണ്ടായി. ഫലത്തിൽ 2 കമ്മിറ്റികൾ. ഒന്ന് ജനറൽ കൗൺസിലിൻ്റെ പിന്തുണയോടെയുള്ളത്, മറ്റേത് കേരളത്തിലെ സ്റ്റേറ്റ് IPC. രണ്ടിനും കമ്മിറ്റിയും നിലവിൽ വന്നു. IPC രണ്ടായി എന്നതിന് പിന്നിൽ വലിയ കൗതുകമൊന്നും തോന്നുന്നില്ല. കാരണം അവിടെ ഗ്രൂപ്പ് കളിയുടെയും പക്ഷങ്ങളുടെയും ശക്തമായ കേന്ദ്രമാണ് ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. ക്ഷമയുടെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ നിറദീപമായ ക്രിസ്തുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന പെന്തക്കോസ്തുകാർ എന്ന ലേബൽ ആ സമൂഹത്തിൽ നിന്ന് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പാസ്റ്റർ KC തോമസ് നേതൃത്വം നൽകുന്ന IPC കേരള സ്റ്റേറ്റ് ഘടകത്തിൻ്റെ പ്രസിഡൻ്റായി പാസ്റ്റർ KC തോമസിനെയും സെക്രട്ടറിയായി പാസ്റ്റർ ദാനിയേൽ കൊന്നു നിൽക്കുന്നതിനെയും വീണ്ടും തെരഞ്ഞെടുത്തു. മറ്റു ഭാരവാഹികൾ പാസ്റ്റർ ഷിബു നെടുവേലിൽ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ KC ഉമ്മൻ, ഗ്ലാഡ്സ്റ്റൺ ജേക്കബ്, ജോയിൻറ്റ് സെക്രട്ടറി ബിനു V ജോർജ്, ട്രഷറർ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ജനറൽ കൗൺസിൽ നേതൃത്വം നൽകുന്ന കേരള സ്റ്റേറ്റ് ജനറൽ ബോഡി പ്രസിഡൻ്റായി പാസ്റ്റർ സണ്ണി കുര്യനെയും സെക്രട്ടറിയായി പാസ്റ്റർ KP കുര്യനെയും തെരഞ്ഞെടുത്തു. മറ്റു ഭാരവാഹികൾ പാസ്റ്റർ ജോൺ റിച്ചാർഡ്, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ രാജു ആനിക്കാട്, ബ്രദർ ബിജു രാമയ്ക്കൽമേട്, ജോയിൻറ്റ് സെക്രട്ടറിമാർ, ബ്രദർ ജെയിംസ് ജോർജ്, ട്രഷറർ, പാസ്റ്റർ PK തോമസ്, പാസ്റ്റർ TA ജോസഫ്, ബ്രദർ KK ശശീന്ദ്രൻ എന്നിവരടങ്ങിയ ഇലക്ഷൻ കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 2 പക്ഷക്കാർ, 2 കമ്മിറ്റികൾ. സ്റ്റേജ് കിട്ടിയാൽ സമാധാനത്തെയും കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നവർ വോട്ടുപിടുത്തം മുതൽ എല്ലാ വൈകൃത സ്വഭാവങ്ങളുടെയും കേന്ദ്രമാവുകയാണോ IPC? അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിനായി കടിപിടി കൂടുകയാണവർ. യഥാർത്ഥത്തിൽ ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന കുറേ ആളുകളുണ്ട്. ഒരു സംഘടന എന്നതിലുപരി ഒരു പെന്തക്കോസ്ത് സഭ എന്ന നിലയിൽ മറ്റുള്ള സഭകളും ഈ വേദനയിൽ പങ്കുകൊള്ളുകയാണ്. അതിനേക്കാളൊക്കെ ഉപരി സുവിശേഷ പ്രവർത്തനത്തിന് ഇത്തരം സംഭവങ്ങൾ ഏൽപ്പിക്കുന്ന ആഘാതം ഓർത്തു നോക്കുന്നത് നല്ലതാണ്. ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. എല്ലാവർക്കും അധികാരമാണ് പ്രധാനം. ധാർമ്മികത എന്നൊരു സാധനം ഇപ്പോൾ അവിടുത്തെ പലരിലും കാണാൻ കഴിയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിനൊരു മാറ്റം പ്രതീക്ഷിക്കണം. ഇപ്പോഴത്തെ പല സംഭവങ്ങളും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ
ചരിത്രത്തിൽ പലതിൻ്റെയും തനിയാവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇത്തരത്തിലൊരു വിഭജനം നേരത്തെ IPCയിലുണ്ടായിരുന്നു. 2 ഗ്രൂപ്പായി അവർ മാറി. 2 പേരും മാസികകൾ വരെ തുടങ്ങി. ഏകദേശം സാഹചര്യങ്ങൾ അത്തരത്തിലേക്ക് കടന്നു പോവുകയാണ്. എങ്കിലും IPC എന്ന ഒരു സ്പിരിറ്റ് ഒരു പരിധി കഴിയുമ്പോൾ വിശ്വാസികളിലും നേതാക്കളിലും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊരു സ്പിരിറ്റ് ഒരു പക്ഷെങ്കിൽ ഈ സഭയെ ഒന്നായി നടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുമായിരിക്കാം. IPCയിലെ വിഭാഗീയതയ്ക്കും പക്ഷം പിടിക്കലിനും ഒരു പ്രതിവിധി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. യഥാർത്ഥത്തിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നന്നാകില്ല എന്ന ഉറപ്പുള്ള ഒരു പ്രസ്ഥാനത്തെ ഏതെങ്കിലും വിധത്തിൽ തളയ്ക്കുക എന്നത് ആവശ്യമാണല്ലോ. ഒന്നാമത്തെ നിർദ്ദേശം, ഇപ്പോഴത്തെ പ്രശ്നത്തിൽ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളെ ഒരു രീതിയിലും ഒരു സഭകളും സ്വീകരിക്കാതിരിക്കുക. വിവാഹം, ശവസംസ്കാരം, പ്രതിഷ്ഠ, സമർപ്പണം, കൺവെൻഷനുകൾ പോലെയുള്ള ശുശ്രൂഷകളിൽ ഒരു കാരണവശാലും ഇവരെ വിളിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രാദേശിക സഭാ ഫണ്ടുകൾക്ക് അതീതമായി യാതൊരു സാമ്പത്തിക സംഭാവനയും നൽകാതിരിക്കുക. ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതുവരെ സഭയുടെ അംഗത്വം പുതുക്കരുത്. ഓരോ പ്രാദേശിക സഭയെയും സ്വതന്ത്ര സ്ഥാപനമാക്കുക. ദൈവഭയമുള്ള യോഗ്യതയുള്ള ശുശ്രൂഷകരെ പൊതുവായ ഒരു സംവിധാനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക. സഭാംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രാദേശിക തലത്തിൽ നിയമപരമായ ക്രമീകരണങ്ങൾ ഒരുക്കുക. നിയമവിരുദ്ധമായ വാഗ്ദാനങ്ങളിലും പ്രലോഭനങ്ങളിലും വീഴരുത്. സഭ ദൈവത്തിൻ്റെയും അതിൻ്റെ പ്രാഥമിക അംഗങ്ങളുടേതുമാണ്. പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഐക്യത്തോടെ നിലകൊള്ളുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് വിവിധ ഇടങ്ങളിൽ നിന്നും IPCയുടെ ഈ പ്രശ്ന പരിഹാരത്തിനായി വരുന്ന നിർദ്ദേശങ്ങൾ. കേസും വഴക്കുമായി ഈ സഭ മുന്നേറുകയാണ്. 1953 ഭിന്നതയിലും എല്ലാ ആരോപണങ്ങളും 2 വിഭാഗങ്ങളും അന്യോന്യം ആരോപിച്ചിരുന്നു. അന്നും അധികാരമോഹമായിരുന്നു വില്ലൻ. അന്നത്തെ പോലെ എല്ലാ ആരോപണങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലെ സംഘർഷത്തിലും ആരോപിക്കപ്പെടുന്നു. പാസ്റ്റർ KE എബ്രഹാം, TN എബ്രഹാം എന്നിവർ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി ഒരു വശത്തും PM ശമൂവേലും KJ ശൗമേലും മറുവശത്തുമായി നിലകൊണ്ടു. 2 വിഭാഗങ്ങളും യഥാർത്ഥ IPC ഞങ്ങളാണെന്ന് ഉറപ്പിക്കുന്ന നെട്ടോട്ടത്തിലായിരുന്നു. ഒടുവിൽ ഐക്യതയോടെ പ്രശ്നങ്ങൾക്ക് വിരാമമായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു പിളർപ്പിലേക്ക് പോകില്ല എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. കാരണം സഭ ദൈവത്തിൻ്റെതാണ്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നത് തന്നെ. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.